സലാല ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അത്തപ്പൂക്കള പായസ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ നിരവധി പേർ പങ്കാളികളായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് സലാല ലുലു ഹൈപ്പർ മാർക്കറ്റ് അത്തപ്പൂക്കള മത്സരവും പായസ മത്സരവും സംഘടിപ്പിച്ചു. അത്തപ്പൂക്കള മത്സരത്തിൽ റീജ സതീഷ് 1ാം സ്ഥാനവും ജൂലി അജു 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പായസ മത്സരത്തിൽ ഷേർലി ജോൺ 1ാമതും രഞ്ജിത 2ാമതും എത്തി. വിജയികൾക്ക് ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി പേർ മത്സരങ്ങളിൽ പങ്കാളികളായി. മീഡിയ 1 സലാല. തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നഗരത്തിൽ പുലികൾ ഇറങ്ങി. 300ഓളം പുലികളാണ് ഇത്തവണ അരമണി കിലുക്കി നഗരത്തെ വിറപ്പിക്കാനെത്തിയത്. 3:30 നഗരത്തിലെത്തിയ പുലികൾ രാത്രി 9ഓടെയാണ് പുലിമടകളിലേക്ക് മടങ്ങിയത്. ഏഴ് ടീമുകളാണ് ഇത്തവണ പുലിക്കളിക്കിറങ്ങിയത്. 7 ടീമിലുമായി 300ഓളം പുലികളാണ് നഗരത്തിലിറങ്ങിയത്. രൂപയുടെ മുന്നേറ്റത്തിൽ ഗൾഫ് കറൻസികളുടെ മൂല്യം 10% ഇടിഞ്ഞു. സൗദി റിയാലിന്റെ മൂല്യം ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ഇതര ഗൾഫ് രാജ്യങ്ങളുടെ കറൻസികളിലും പ്രകടമായ മാറ്റമാണ് ഉണ്ടായത്. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ക്യൂ ലീഗ് എന്ന പേരിൽ പുതിയ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നു. 14 റിസർവ് ടീമുകളും 4 ഡിവിഷൻ ക്ലബ്ബുകളുമാണ് ലീഗിൽ മത്സരിക്കുന്നത്. സെപ്റ്റംബർ 2013 മുതൽ ഡിസംബർ 17 വരെയാണ് മത്സര പരിപാടികൾ അരങ്ങേറുക. ടൂർണമെന്റിന്റെ സംരക്ഷണാവകാശം അൽകാസ് ചാനലിലാണെന്നും ഖത്തർ സ്റ്റാർ ലീഗിന്റെ ഷെഡ്യൂളിനെ ബാധിക്കാത്ത രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജിദ്ദയിൽ പുതിയതായി 5ഓളം ഡെങ്കിപ്പനി രോഗം കണ്ടെത്തിയതായി റിപ്പോർട്ട് ജിദ്ദ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. എന്നാൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജിദ്ദ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സാമി ദാവൂദ് പറഞ്ഞു. രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും രോഗം നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട 5 കേസുകളും മധ്യ-ദക്ഷിണ ജിദ്ദയിൽ നിന്നാണ്. രോഗബാധിതരുടെ വീടുകളും മറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് മുൻകരുതലിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നതായും ഡോക്ടർ സാമി ദാവൂദ് അറിയിച്ചു. നിസാമുദ്ദീനിലെ ഹുമയൂണിന്റെ കുടീരം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് ചടങ്ങ് നിർവഹിച്ചത്. ആഗാഖാൻ സാംസ്കാരിക ട്രസ്റ്റും ദേശീയ പുരാവസ്തു വകുപ്പുമാണ് സ്മാരകം പുതുക്കിപ്പണിയാൻ മേൽനോട്ടം വഹിച്ചത്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ ആദ്യ ഭാര്യ ബേഗാബാനു ബീഗമാണ് സ്മാരക കുടീരം നിർമ്മിച്ചത്. താജ്മഹലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സ്മാരകത്തിന്റെ പുനർനിർമ്മാണത്തിനായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത്. ഹുമയൂണിന്റെ ശവകുടീരത്തിനു ചുറ്റുമുള്ള 42 ഏക്കർ സ്ഥലത്തുള്ള പൂന്തോട്ടം, 150ഓളം ശവകുടീരങ്ങൾ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടന്നു. സുന്ദർ നഴ്സറി എന്ന് പേരിട്ടിരിക്കുന്ന പൂന്തോട്ടവും മറ്റ് ഭാഗങ്ങളും ചേർത്ത് ഇവിടം ഒരു പുരാവസ്തു കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമം. We hope to link this monument to the adjacent 70-acre site of the Sunder Nursery, once a significant Sufi graveyard. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ പദ്ധതിയെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായാണ് വിശേഷിപ്പിച്ചത്. I am convinced that the effort to preserve our heritage can be productively dovetailed with local area development through infrastructure improvement. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നവീകരണ പ്രവർത്തനമാണിതെന്ന അവകാശവാദവുമുണ്ട്. സ്മാരകശില ഏതു കാലാവസ്ഥയിലും നിലനിൽക്കുന്ന തരത്തിലാണ് പുനർനിർമ്മിക്കുന്നതെന്നാണ് ദേശീയ പുരാവസ്തു ഗവേഷണ കേന്ദ്രം അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. UAE ദിർഹം 16.82, സൗദി റിയാൽ 16.47, കുവൈറ്റ് ദിനാർ 218.8, ബഹ്റൈൻ ദിനാർ 163.84, ഖത്തർ റിയാൽ 16.97, ഒമാൻ റിയാൽ 160.44. ഒരിടവേള കൂടി.
തിരിച്ചുവരാം. തങ്ങളുടെ പക്കലുള്ള രാസായുധങ്ങൾ നശിപ്പിക്കാൻ $1 ബില്യൺ ചെലവ് വരുമെന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാർ ഉൽ അസദ്. രാസായുധങ്ങൾ നിർവീര്യമാക്കാൻ 1 വർഷമെടുക്കുമെന്നും അസദ് പറഞ്ഞു. ഫോക്സ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് അസദ് ഇക്കാര്യം അറിയിച്ചത്. രാസായുധങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുമോ എന്ന ചോദ്യത്തിന് ഇവ വിലയേറിയതാണെന്നും അമേരിക്ക ഈ വില നൽകാൻ തയ്യാറാണെങ്കിൽ രാസായുധങ്ങൾ കൈമാറാൻ സന്നദ്ധമാണെന്നുമായിരുന്നു അസദിന്റെ മറുപടി. രാസായുധങ്ങൾ പ്രകൃതിക്ക് ഹാനികരമാണെന്നും വിഷപദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും അസദ് കൂട്ടിച്ചേർത്തു. ഗൗത്തയിലെ രാസായുധ പ്രയോഗത്തിനു പിന്നിൽ സൈന്യമല്ല എന്ന് അസദ് ആവർത്തിച്ചു. പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടലിൽ മുന്നേറിക്കൊണ്ടിരുന്ന സൈന്യത്തിന് UN ആരോപിക്കുന്ന പോലെ സരിൻ വാതകം പ്രയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും അസദ് പറഞ്ഞു. സിറിയയിൽ സരിൻ വാതകം പ്രയോഗിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ പരിശോധക സംഘം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പിന്നിൽ അസദ് സർക്കാരാണെന്ന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ആരോപിച്ചു. എന്നാൽ UN പരിശോധക സംഘത്തിന്റെ റിപ്പോർട്ട് ആധികാരികമായി വിലയിരുത്താൻ ആവശ്യമായ സമയമെടുത്തില്ലെന്ന് അസദ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. 11 രാഷ്ട്രീയ തടവുകാരെ ഇറാൻ മോചിപ്പിച്ചു. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ നസ്രിൻ സുതാദേഹും ഇതിൽ ഉൾപ്പെടും. 6 വർഷത്തേക്കാണ് നസ്രിൻ ശിക്ഷിക്കപ്പെട്ടിരുന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസൻ റുഹാനി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇറാന്റെ അപ്രതീക്ഷിത നീക്കം. 2009 അഹമ്മദ് നജാദ് പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിൽ കൃത്രിമത്വം ആരോപിച്ചു പ്രക്ഷോഭം സംഘടിപ്പിച്ചവരും മോചിപ്പിക്കപ്പെട്ടവരിൽപ്പെടും. GCC രാജ്യങ്ങളിലെ മൊബൈൽ റോമിംഗ് നിരക്കുകൾ ഗണ്യമായ തോതിൽ കുറയാൻ സാധ്യത. അടുത്ത വർഷത്തോടെയാണ് റോമിംഗ് നിരക്കിലെ കുറവ് നിലവിൽ വരിക. വിഷയം ചർച്ച ചെയ്യാനായി GCC രാജ്യങ്ങളിലെ മൊബൈൽ ഫോൺ റെഗുലേറ്ററി അധികൃതർ ഈ ആഴ്ച യോഗം ചേരും. പുതിയ നിയമമനുസരിച്ച് സിം എടുക്കുന്ന രാജ്യത്തുള്ളതിന് ഏകദേശം സമാനമായ ഫോൺ നിരക്കായിരിക്കും മറ്റ് GCC രാജ്യങ്ങളിലും ഈടാക്കുകയെന്നാണ് സൂചന. നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയകളിൽ കടകൾ ആരംഭിക്കാൻ താൽക്കാലികമായി നൽകിയ ലൈസൻസ് 3 വർഷം വരെ നീട്ടാമെന്ന് ഖത്തർ മുനിസിപ്പാലിറ്റി വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിന് അംഗീകാരം നൽകിയത്. കാലാവധി 2016 വരെ വർഷാവർഷം നീട്ടാനുള്ള അനുമതിയാണ് മന്ത്രിസഭ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ 100 കണക്കിന് കട ഉടമകൾക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമാണിത്. കോംട്രസ്റ്റിന്റെ കോഴിക്കോട്ടുള്ള സ്ഥലവും നെയ്ത്തു ഫാക്ടറി കെട്ടിടങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് വൈകുന്നതിനും അനധികൃത വിൽപ്പനയ്ക്കുമെതിരെ തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കോംട്രസ്റ്റിൽ ചേർന്ന തൊഴിലാളി യൂണിയനുകളുടെ യോഗമാണ് റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്താൻ തീരുമാനിച്ചത്. 2012 ജൂലൈ 25 മാനാഞ്ചിറയ്ക്കു സമീപമുള്ള 3.82 ഏക്കർ സ്ഥലവും ഫാക്ടറിയുടെ അനുബന്ധ കെട്ടിടങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമസഭ ബിൽ പാസാക്കിയത്. 1 വർഷം പിന്നിട്ടിട്ടും ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടില്ല. ഇതിനിടെ 1.23 ഏക്കർ ഭൂമി പ്യൂമിസ് പ്രൊജക്ട് ലിമിറ്റഡിന് വിറ്റു. ഭൂമി വിൽക്കരുതെന്ന ജില്ലാ കലക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇപ്പോൾ 40 സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്തിയത്. വിൽപ്പന നടത്തിയ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കമ്പോള വില നൽകുമെന്നും ഇതിന് പേയ്മെന്റ് ഓഫീസറെ നിയമിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. കോംട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറിൽ കുറഞ്ഞ സ്ഥലം 5 കോടി രൂപയ്ക്ക് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ വിൽപ്പന നടത്തിയ ഏകദേശം ഇതേ വിസ്തൃതിയുള്ള ഭൂമിക്ക് മാത്രമായി സർക്കാർ 38 കോടിയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. നഗരത്തിന്റെ കണ്ണായ സ്ഥലത്താണ് ഭൂമി എന്നതാണ് സ്വകാര്യ സംരംഭകരെ ആകർഷിക്കാൻ കാരണം. ഇപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിലെ പണം ദുരുപയോഗപ്പെടുത്തി കൊള്ളലാഭമുണ്ടാക്കുന്ന ഭൂമാഫിയ കച്ചവടക്കാരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഈ രംഗത്ത് കൊണ്ടുവരണം. AITUC, INTUC, BMS എന്നീ സംഘടനകളാണ് സമരരംഗത്തുള്ളത്. തൊഴിലാളികളെയും സ്ഥാപനത്തെയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിൽ കൊണ്ടുവന്ന് വ്യവസായ മ്യൂസിയം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. മീഡിയ 1 കോഴിക്കോട്. മുസഫർ നഗർ കലാപത്തിന്റെ ദുരിതാശ്വാസ നടപടികൾ നേരിട്ട് നിരീക്ഷിക്കുമെന്ന് സുപ്രീം കോടതി. സ്ഥിതിവിവര കണക്കുകൾ സമർപ്പിക്കാൻ കേന്ദ്ര ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കലാപവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും സുപ്രീം കോടതിക്ക് കൈമാറാനും നിർദ്ദേശമുണ്ട്. അടിച്ചമർത്തപ്പെടുന്നവരെന്ന് മാലോകർ മുറവിളിക്കുമ്പോഴും സൗന്ദര്യ മത്സരങ്ങളിൽ മികവ് പുലർത്താനുള്ള ഒരുക്കത്തിലാണ് ഇന്തോനേഷ്യയിലെ ഒരു കൂട്ടം വിശ്വാസികളായ മുസ്ലിം സ്ത്രീകൾ. മതാചാരപ്രകാരം വസ്ത്രം ധരിക്കുന്ന ഇവർക്കായി ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലാണ് വേൾഡ് മുസ്ലിം സൗന്ദര്യ മത്സരം നടന്നത്. മത്സരത്തിൽ നൈജീരിയക്കാരി ഉബാബിയ ആയിഷ അജീബുല കിരീടം കരസ്ഥമാക്കി. മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായിട്ടായിരുന്നു മത്സരം. ഫൈനലിലെത്തിയത് 20 മത്സരാർത്ഥികൾ. സാമ്പ്രദായിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ഖുർആൻ എത്ര ഭംഗിയായി പാരായണം ചെയ്യാൻ കഴിയുന്നു, ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജയികളെ കണ്ടെത്തിയത്. കിരീടം കരസ്ഥമാക്കിയ അജിബൂലക്ക് പ്രായം 21. കിരീട നേട്ടത്തിലൂടെ $2200 അജിബൂല സ്വന്തമാക്കിയത്. കൂടെ മക്കയിലേക്കും ഇന്ത്യയിലേക്കും ഓരോ വിനോദയാത്രയും. ഏറെ വിവാദമായ ലോക സൗന്ദര്യ മത്സരത്തിന് 2013 വേദിയായതും ഇന്തോനേഷ്യയായിരുന്നു.
വിവാദങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ബദൽ സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുക കൂടിയാണ് ഈ മുസ്ലിം സ്ത്രീ കൂട്ടായ്മ ചെയ്തത്. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട മുൻ TV വനിതാ അവതാരക എക്ക ശാന്തിയാണ് പരിപാടിയുടെ മുഖ്യ സംഘാടക. Lebih bermanfaat, lebih ke tradisi Indonesia, terutama untuk negara-negara yang berpendudukan Muslim terbanyak di dunia. മുൻ റൗണ്ടുകളിൽ ബംഗ്ലാദേശ്, ഇറാൻ, മലേഷ്യ, നൈജീരിയ, ബ്രൂണെ എന്നിവിടങ്ങളിൽ നിന്നായി 500ഓളം പേരാണ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തത്. പ്രതിഷേധത്തെ തുടർന്ന് ലോക സൗന്ദര്യ മത്സരം ജക്കാർത്തയിൽ നിന്ന് ബാലിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ വിദേശ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് ജനശ്രദ്ധ നേടുകയാണ് വേൾഡ് മുസ്ലിമയുടെ സൗന്ദര്യ മത്സരം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പട്ടാള അട്ടിമറി നടന്ന ഈജിപ്തിൽ അടിച്ചമർത്തൽ നടപടികൾ തുടരുന്നതായി റിപ്പോർട്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ എന്ന പേരിൽ നിരവധി സ്ഥലങ്ങളിൽ സൈന്യം ഇരച്ചുകയറി. ബ്രദർഹുഡ് വക്താവ് ജിഹാദുൽ ഹദാദ് ഉൾപ്പെടെ നിരവധി നേതാക്കളെ ഈജിപ്ത് സൈന്യം അറസ്റ്റ് ചെയ്തു. സിനായി മേഖലയിൽ നടക്കുന്ന സൈനിക നടപടിക്ക് പുറമെയാണ് കെദറസ ജില്ലയിലേക്ക് പട്ടാളം കടന്നുകയറിയത്. ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ഒരു വിഭാഗം ആൾക്കാർ ആക്രമിക്കുകയും ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തിരിച്ചടിയെന്നോണമാണ് സൈന്യം പ്രദേശത്തേക്ക് കടന്നുകയറിയത്. കവചിത വാഹനങ്ങളോടൊപ്പം സൈനിക ഹെലികോപ്റ്ററുകളും പ്രദേശത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 48 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഒരു ചെറിയ സംഘം നടത്തിയ നടപടിയുടെ പേര് പറഞ്ഞ് ജില്ലയെ മുഴുവൻ സൈന്യം ബന്ദവസിലാക്കിയിരിക്കുന്നുവെന്ന് മുസ്ലിം ബ്രദർഹുഡ് ആരോപിച്ചു. ദൽഗ ജില്ലയിലും സൈന്യം ആക്രമണം നടത്തിയിരുന്നു. അതിനിടെ സൈനിക ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന ബ്രദർഹുഡ് പ്രവർത്തകർക്കെതിരായ നടപടികളും തുടരുകയാണ്. ബ്രദർഹുഡ് വക്താവ് ജിഹാദുൽ ഹദാദ് അടക്കം 100 കണക്കിന് നേതാക്കളെ സൈന്യം അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സംസ്ഥാനത്ത് KSRTCയുടെ സർവീസ് റദ്ദാക്കൽ തുടരുന്നു. 1092 ഷെഡ്യൂളുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ലോ ഫ്ലോർ ബസ്സുകളുടെ 92 സർവീസുകളും വെട്ടിക്കുറച്ചു. ഒരു സർവീസും റദ്ദാക്കില്ലെന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനത്തിനു ശേഷവും KSRTC സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയാണ്. നിലവിൽ 5601 ഷെഡ്യൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ ഇന്ന് സർവീസ് നടത്തിയത് 4509 എണ്ണം മാത്രം. ഓടിയത് 14 ലക്ഷം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ വെട്ടിക്കുറച്ചു. ജനറൽ വിഭാഗത്തിൽ 228 എണ്ണമാണ് സർവീസ് നടത്തിയത്. റദ്ദാക്കിയത് 92 സർവീസുകൾ. ഇന്നലെ 4,69 ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനത്തെക്കാൾ 3 ലക്ഷം കുറവാണ്. മീഡിയ 1 തിരുവനന്തപുരം. രഞ്ജിത്ത് മഹേശ്വരിക്ക് അർജുന പുരസ്കാരം നൽകില്ലെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. 2008-ൽ രഞ്ജിത്ത് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കായിക മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വീഴ്ച വരുത്തിയതായി കായിക മന്ത്രാലയം കുറ്റപ്പെടുത്തി.